ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡോക്ടർ സജിത ഡിജിൻ റെക്കമെൻഡ് ചെയ്ത ഒരു ഹോം മെയ്ഡ് ബ്ലീച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത്. അതായത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി വലിയ വില കൊടുത്തിട്ട് ബ്ലീച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ഡോക്ടർ കൂടി പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിലൊന്ന് ചെയ്ത് നോക്കും കൂടി ചെയ്യാം. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ ഉറപ്പായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവരെന്നല്ല ഏതൊരാളും നമ്മളെ ഫേസിലേക്ക് ഡയറക്റ്റ് എന്ത് സാധനം അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ധൈര്യത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം മുഖത്തേക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന സാധനമൊന്നും അലർജി ഒന്നും ഇല്ല എന്നാണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ മാവാണ്. ഗോതമ്പ് മാവോ ആട്ടയോ നിങ്ങൾക്ക് ആട്ടപ്പൊടിയോ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഈ സാധനമാണ് നമ്മുടെ വില്ലെന്ന് പറയുന്നത്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചാൽ ചിലപ്പം ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് അവർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് മുട്ടേൻ്റെ വെള്ളയാണ്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇതൊരു പവർഫുൾ ബ്ലീച്ചാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ രോമത്തിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ഇതാവാനും മുഖം നല്ല ഗ്ലോ ആവാനും നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന നല്ലൊരു ബ്ലീച്ചാണിത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ലെവലാക്കി എടുക്കണം. നമ്മളിതിൽ മുട്ട ഇട്ടത് കൊണ്ട് തന്നെ നമ്മളിത് പൊടികളെല്ലാം അവിടെ ഇവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അത് നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു പതപതാന്നിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മിക്സിങ് നിർത്തുക. അപ്പോൾ മിക്സിങ് നിർബന്ധമാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ മുട്ട ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പൊടികൾ അവിടെ ഇവിടെയായിട്ട് കട്ടി കിടക്കും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ ആയിരിക്കണം നമ്മുടെ ഫേസ് പാക്ക്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് നേരം എടുത്തിട്ട് തന്നെ നിങ്ങളിത് ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്താലുള്ളൊരു ഗുണം എന്തെന്നാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റേതായ ആ ഒരു റിസൾട്ടും കൂടിയും കിട്ടും. ഇത് നിങ്ങൾ ഡെയിലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് വീക്കിലി ഒരു 2 ടൈംസ് എല്ലാം ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഈ സജിത ഡിജിൻ എന്ന് പറഞ്ഞ ഡോക്ടർ സജിത ഡിജിൻ്റെ യൂട്യൂബ് ചാനലിൽ അവർ ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതാണ്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ടാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഞാനിതാ കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല കേക്ക് ബാറ്റർ പോലെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുഖം നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് 2 മിനിറ്റ് മസാജ് കൊടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ മസാജിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൻ്റെ നമ്മുടെ സ്കിന്നിൽ അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മളെ തൂങ്ങിപ്പോയ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനെല്ലാം നമ്മളെ ചെറുപ്പം നിലനിർത്താനെല്ലാം സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ മസാജിങ് എന്ന് പറയുന്നത്. നിങ്ങളൊന്നും ചെയ്യാണ്ട് തന്നെ ഒരു അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഗ്ലിസറിനെല്ലോ വെച്ച് മുഖം മസാജ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫേസിൽ വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കഴുകിക്കളയേണ്ടത് കേട്ടോ. കഴുകുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഫേസിലേക്ക് ഇടുക. അതായത് പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇറിറ്റേഷൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കുക കേട്ടോ കൈമേൽ. അതിനുശേഷം ഇറിറ്റേഷനൊന്നും ഇല്ലയെന്ന് കണ്ടാൽ നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഗ്ലോ കണ്ടോ? ചെയ്ത കൈയിനേക്കാളും ചെയ്യാത്ത കൈ ചെയ്ത കൈയും വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്ത കൈയിൻ്റെ ഗ്ലോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളും അതൊന്ന് മനസ്സിലാക്കിയിട്ട് മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, നല്ലൊരു മാറ്റമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ആ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.